ജീത്തു ജോസഫ് ഡയറക്ട് ചെയ്ത് ആസിഫ് അലിയും അപർണ ബാലമുരളി സ്റ്റാർ ചെയ്യുന്ന മിറാഷ് എന്ന ഈ സിനിമ ഒറ്റ വാക്കി പറഞ്ഞ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഈ സിനിമ കാണാനുള്ള മെയിൻ സെല്ലിംഗ് പോയിന്റ് ജിത്തു ജോസഫ് എന്നുള്ള ബ്രില്യൻ ഡയറക്ടർ തന്നെയാണ്. ഒരു ദൃശ്യമോ അല്ലെങ്കിൽ ഒരു മെമ്മറീസ് ലെവൽ നമ്മൾ പ്രതീക്ഷ പോവുകയാണെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഇത് സിനിമയുടെ പേസിങ് വളരെ സ്ലോ ആണ്. ഇപ്പം മെമ്മറീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ലോ ആണെങ്കിലും വളരെ എൻഗേജിങ് ആണ്. പക്ഷെ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് എപ്പോൾ തീരും എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ പോകുന്നു. സോ ഇതിന്റെ ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, അപർണയുടെ ക്യാരക്ടറിന്റെ ഫിയോൺസെ മിസ്സിങ് ആകുന്നു. ആൻഡ് അവര് പുള്ളിയെ കണ്ടുപിടിക്കാൻ നോക്കുകയും പിന്നെ അതിന്റെ ബാക്ക് സ്റ്റോറിയും അതിന്റെ കുറെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമ. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ജീത്തു ജോസഫ് സിനിമയാണ്. സോ കുറെ ട്വിസ്റ്റുകൾ വേണം, ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്യും, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് വേണം. പക്ഷെ അതൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ട്വിസ്റ്റുകളൊക്കെ വെരി പ്രഡിക്റ്റബിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പേസ് കുറച്ചും കൂടെ കൂടുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ത്രില്ലറിന്റെ മൂഡ് തന്നെ മാറുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഫോഴ്സ് ചെയ്ത കുറെ ട്വിസ്റ്റുകൾ അതിൽ കാണാൻ പറ്റും. പക്ഷേ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴത്തേക്കുള്ള ഒരു 15-20 മിനിറ്റ്സിലെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ബാക്ക് സ്റ്റോറീസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് കിടിലുമായിരുന്നു. അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും സിനിമ കഴിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ സീറ്റിൽ നിന്ന് എണീക്കാം റെഡി ആയിട്ടൊക്കെ ഷൂസ് ഒക്കെ എടുത്തിട്ടുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ആണ് മനസ്സിലായി സിനിമ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് കൊള്ളായിരുന്നു, അത് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മേക്കിംഗ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സീരിയൽ കാണുന്ന ഫീലൊക്കെ ചില സമയത്ത് തോന്നും. ഭയങ്കര ആർട്ടിഫിഷ്യൽ ഡയലോഗ്സ് ചില സമയത്ത് കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. പിന്നെ ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും അത് എടുത്തിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഷേക്കി ക്യാമറയും തല കറങ്ങുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളിപ്പോൾ ഒരു ചുമ്മാ ഇരുന്ന് സമയം കളയാൻ ഉള്ള ഒരു ത്രില്ലറാണ്. ഈ വൺ ടൈമിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൺ ടൈമിനുണ്ട്. കാരണം നല്ല ട്വിസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാൻ നമുക്ക് ഓക്കെയാണ്. ചുമ്മാ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഒരു വീക്കെൻഡ് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് വൺ ടൈം ത്രില്ലർ എന്ന് നമുക്ക് പറയാം.